പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് മോളുടെ കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ എന്താ പറയാനാ കുറച്ച് പാവപ്പെട്ട അമ്മമാരെ കാണാനായിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഗവൺമെൻറ് അംഗീകൃതമുള്ളൊരു സ്ഥാപനം. അപ്പോൾ മാനസികമായിട്ട് അവർക്ക് വയ്യാത്തത് കൊണ്ട് മക്കളെല്ലാം ഉപേക്ഷിച്ച ചില കുറച്ച് അമ്മമാർ 20 സ്റ്റാഫുകൾ ഉൾപ്പെടെ അവിടെ ഒരു 25 പേരുണ്ട്. അപ്പം ഞങ്ങൾ നേരത്തെ ഇതുപോലെ അവിടെ പോകാറ് പതിവുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് വേണമല്ലോ. അങ്ങനെ നമ്മൾ പോയതായിട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ദിവസം ആയതാ. അപ്പോൾ ഇതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു, ഇടുന്നതാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോനും അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് വന്നിട്ടുള്ള 1-2 പേരുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അമ്മമാരെയൊക്കെ ഒന്ന് കാണുന്നതും അവരോടത്ത് സംസാരിക്കുന്ന, പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ണ് നിറയും കേട്ടോ. ആ അമ്മയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് എൻ്റെ സഹോദരിയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ പിടിച്ച് വെച്ചിട്ട് അമ്മ പറയുന്നുണ്ട്, മോനെ പുറത്ത് പോകുമ്പോൾ വണ്ടിയൊന്നും എടുത്തുകൊണ്ട് പോകരുത്, വണ്ടി കയറി പോകരുതെന്നൊക്കെ അമ്മ പറയുന്നത് കേട്ടാൽ നമുക്ക് സങ്കടം വരും. ആ അമ്മയുടെ കുടുംബത്തിൽ ആർക്കോ എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒക്കെ ആ സംഭവങ്ങൾ അമ്മയ്ക്ക് വലിയ വേദന ഉളവാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ അമ്മമാരുമായിട്ട് കുറച്ച് സമയം ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ പങ്കുവെച്ചു. ആ അമ്മമാരെല്ലാം കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, മോളെ കല്യാണമാണ് ഇതുപോലെ, അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ രോഗികളായിട്ട് റോഡിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നവരെ ഗവൺമെൻറ് പോലീസുകാരൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചേർത്തേക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ സഹായിക്കണം എന്നുള്ളവർക്കെല്ലാം അവിടെ ചെന്ന് കണ്ട് സഹായിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിടാം. ഇപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല, ചുമ്മാ അതൊന്നും ഇട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒന്നും ഇടുന്നതല്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു പിറന്നാൾ, ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല ഇത് നമുക്ക് വരുമ്പോൾ വേദനിക്കുന്നവരെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇട്ടെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന അമ്മ മോൻ്റെ കയ്യെ പിടിച്ച് വെച്ചിട്ട്, മോനെ ബൈക്കെടുത്ത് പുറത്ത് പോകരുതേ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ണ് നിറയാതെ നമുക്കിത് അവിടെ ചെന്ന് ഈ അനുഭവം കണ്ട് മടങ്ങി വരാൻ പറ്റത്തില്ല. ശരിക്കും ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ അവർക്ക് മരുന്ന് വാങ്ങാം, ഒരു ദിവസം ഇത്ര രൂപ, അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്തായാലും 100 രൂപയെങ്കിൽ 100 രൂപ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് വീഡിയോ ഒന്ന് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരും കൂടി ഒന്ന് ഓർക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.